സുഭാഷിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നിരിക്കുന്ന അസീസാന്റെ കുടുംബക്കാരോടെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാനും നസീസാറും ഒരുപാട് ഫംഗ്ഷനിൽ പോയിട്ടുണ്ട്, ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് സത്യത്തിലൊന്നും ഇപ്പോഴും ശരി അന്നും ശരി എനിക്കൊന്നും ഈ പ്രസംഗിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞു 2 വാക്കൊന്നും പറയണല്ലോ, ഇങ്ങനെ വന്നിട്ട് ചുമ്മാതെ ഇരുന്നിട്ട് പോയാൽ ശരിയാവില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ സെറ്റിലിരിക്കുമ്പോൾ നാസീർ സാർ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും 2 വാക്ക് പറയണം, എന്താ ഇങ്ങനെ വന്നിട്ട് ചുമ്മാതെ ഇരുന്ന് അവരെല്ലാം പറയുകയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ഇങ്ങനെ എന്താ പറയണമെന്ന് എനിക്കറിയില്ലെന്ന്. ഉടനെ അങ്ങയുടെ കൈപ്പട ഇതാണ് എഴുതി കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ വിളിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകളാണ് എഴുതി കൊടുത്തത്. അത് എവിടെ പോയാലും എനിക്ക് പറയാമല്ലോ, ഏത് ഭാരവാഹിയെന്ന് പറയണ്ട. ആ വാക്കുകൾ ഞാൻ എവിടെ പോയാലും ഇന്ന് ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞാൻ ഈ വാക്കുകൾ മറക്കാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്ഥലങ്ങൾക്ക് എത്രയോ അവാർഡുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഞങ്ങളുടെ നസീർ സാർ ജനിച്ച ഈ പുണ്യഭൂമിയിൽ വന്ന് ഈ അവാർഡ് മേടിക്കുന്ന സന്തോഷം സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട്, അത്രത്തോളം സന്തോഷം. കാരണം അങ്ങേറ്റ നാട്ടിൽ വന്ന് അങ്ങേറ്റ പേരിലുള്ള അവാർഡ് മേടിക്കാനുള്ള, എൻ്റെ ജീവിതകാലത്തിൽ മേടിക്കാനുള്ള ഒരു സന്ദർഭം എനിക്ക് ഒരുക്കി തന്ന് ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ടുള്ള കാലത്തിൽ അങ്ങേര് ജീവിച്ചിരിക്കുമ്പോഴും ശരി, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരോട് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ 2 പേരും കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും സെറ്റുകളിലായിരിക്കും. ഒരു കൊല്ലം 10-23 പടങ്ങളിൽ ഞാനും അഭിനയിച്ചു, 26 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയെങ്കിലും ഒരു 20 പടങ്ങളിൽ നസീസാത്തോടെയായിരിക്കും, ബാക്കിയുള്ളത് മാധു സാർ അല്ലെങ്കിൽ സത്യ സാത്തോടെയായിരിക്കും. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞങ്ങൾ സെറ്റിലോട്ട് വരും. 7 മണിക്ക് വന്നാൽ 1 മണി വരയ്ക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതായിരിക്കും. ഒരു ദിവസം 3-4 പടങ്ങൾ ഞങ്ങൾ അഭിനയിക്കും, 2 പേരും. പിന്നെ 2 മണി മുതൽ രാത്രി 9 മണി വരയ്ക്കും അദ്ദേഹത്തിൻ്റെ കാമുകിയായിരിക്കും. ഈ പറഞ്ഞതുപോലെ ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം എന്നൊക്കെ പാടിയോണ്ട് ഞങ്ങളിരിക്കും 6 മണിക്ക്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 10 മണി മുതൽ രാത്രി 2 മണി വരയ്ക്കും മകനെ നിനക്ക് വേണ്ടിയ നിർപ്പടത്തിൽ അങ്ങേറ്റ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കും. ചില പടങ്ങളിലൊക്കെ അങ്ങേരുടെ അമ്മായിയമ്മയാണ് ഞാൻ, ശാരദയുടെ അമ്മ. പക്ഷേ ശാരദയെ അവരെ ലവ് ചെയ്യുന്നു, അപ്പം എൻ്റെ അമ്മായിയമ്മയില്ലേ, അങ്ങനെ അഭിനയിക്കും. കാലത്ത് നസീർ സാർ സെറ്റിൽ വരുമ്പോൾ തന്നെ ചോദിക്കും, അയ്യോ ഈ കൊച്ചിൻ്റെ ഇന്ന് ആരാണ് ഞാൻ രാവിലെ ആരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്, ഭാര്യയാണോ കാമുകയാണോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്ന് വേഷം ഒരു മേക്കപ്പൊക്കെ ഇടും. ഞാൻ വന്ന് ആദ്യമായിട്ടല്ല ഈ ചിരഞ്ജീവിയിൽ വരുന്നത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ നസീർ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഭാര്യയുള്ള സമയത്ത് അവിടെ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തെന്മലയോടെ ഷൂട്ടിംഗ് പോയിട്ട് വരുന്ന വഴിക്ക് തിരുവനന്തപുരം പോയല്ലേ ഫ്ലൈറ്റിൽ പോകേണ്ടത്. അപ്പോൾ നൈറ്റ് അവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മക്കളെ ലൈലയും മറ്റേ പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത കൂട്ടുകാരിയെ പോലെയാണ്. അങ്ങേറ്റ മൂത്ത മോള് ലൈലയുടെ കല്യാണത്തിന് ഞാൻ മുഴുവനുമായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ പങ്കുകൊണ്ടിരുന്നു. ആൾക്കാർ വരുന്നതിനും വിളിക്കുന്നതിനും വന്നിരുത്തുന്നതും മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. നസീർ സാറെ കുറിച്ച് എന്തെങ്കിലും രസകരമായിട്ടൊന്ന് പറയണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ വെച്ച് അങ്ങനെ പെട്ടെന്ന് ഇക്കിള് വന്നു. നിക്കിള് വരില്ലേ, അങ്ങനെ ഇക്കിള് വന്നു. എന്ത് ചെയ്താലും ഇക്കിള് നിൽക്കുന്നില്ല.
ഉടനെ അടുത്ത സെറ്റിൻ്റെ അടുത്ത് സ്റ്റുഡിയോയുടെ അടുത്ത് ഏവിയൻ സ്റ്റുഡിയോ, ചെന്നൈയിലുള്ള ഏവിയൻ സ്റ്റുഡിയോയുടെ അടുത്തുള്ള അവിടെയുള്ള ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങേര് എന്തോ ഒരു മരുന്നൊക്കെ കൊടുത്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഇക്കിളി നിൽക്കുന്നില്ല. ആകപ്പാട് എല്ലാവരും പേടിച്ചു. കാരണം കാലത്ത് ഒരു 7 മണിക്ക് തുടങ്ങി ഇക്കിള് 11 മണി 12 മണി ആയിട്ട് നിൽക്കുന്നില്ല. അപ്പൊക്കെ സെൽഫോൺ ഇല്ലെന്നല്ല, ആ കാലത്ത് സെൽഫോൺ ഇല്ല. അപ്പം ഞങ്ങളൊക്കെ വീട്ടിലേക്ക് ഫോണിൽ സംസാരിക്കണമെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ഓഫീസ് റൂമിലോട്ട് പോകണം. ഓഫീസ് റൂമിൽ പോയി അവിടെയാണ് പോയി സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് എനിക്ക് പെട്ടെന്നൊന്ന് ഓർമ്മ വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പുറത്ത്, ഞാൻ ഈ ബഹളം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ട് ആ ഓഫീസ് റൂമിൻ്റെ അടുത്ത് നിന്ന് ഓടി വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ മോന് എന്തോ ആക്സിഡൻ്റ് ആയി, മോൺഫോർട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസിന് എന്തോ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ ഇക്കിളാണ് നിന്നത്. അതായത് എന്തെങ്കിലും ഭയങ്കരമായിട്ട് പറഞ്ഞ ഒരു ഷോക്ക് വന്ന ഇക്കിള് നിൽക്കുന്നാണ് പറഞ്ഞത്. അത് അമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇക്കിളിൽ നിന്ന് പോയി. പിന്നെയാണ് ഞാൻ പറഞ്ഞു, അയ്യോ എന്താ ഇങ്ങനെ ഉടനെ എല്ലാവരും എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണ്. എന്നാൽ പോലും അങ്ങേക്ക് അത് ദഹിക്കുന്നില്ല. അത് എന്നെ മോനെ പറ്റി അങ്ങനെ എന്താ ഷോക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മക്കളോട് അത്രത്തോളം സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ എപ്പോഴും ചെന്നൈയിലിരുന്ന് ഏർക്കാട്ടിലേക്ക് ഷൂട്ടിങ്ങിന് പോകും. അപ്പോൾ ഷാനവാസൊക്കെ അവരുടെ 2 പെൺമക്കളും പഠിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ മോൺഫോർട്ട് സ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കാണാൻ പോകും. അവിടെ നിന്ന് പോയിട്ട് ഞങ്ങളെല്ലാം പോയി. ആ മക്കളൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയായിരുന്നു. എനിക്ക് നസീർ സാർ ഇവിടെ നിന്ന് വരുമ്പോഴൊക്കെ പണ്ടൊക്കെ ചെന്നൈയിൽ നിന്ന് പണ്ട്, അതായത് 71, 70 ഈ നസീർ സാർ ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അവിടെ ചെന്നൈയിലോട്ട് വരുമ്പോൾ എപ്പോഴും ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വരും. എവിടെ നിന്ന് ഏത് കടയാണെന്നറിയാതെ, വീട്ടിലുണ്ടാക്കുന്നല്ല. അപ്പം എനിക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ്. അത് കണ്ടിട്ടാണ് സത്യനന്ദിക്കാട് ഉണ്ണിയപ്പം, ഞാനും KPS എഴുതി ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു സീൻ എഴുതിയിട്ടുണ്ടാവല്ലോ മനസ്സിനാക്കരയിൽ. എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടം. അപ്പം നസീർ സാർ എപ്പോൾ ചെന്നൈയിൽ വരുമ്പോഴും എവിടെയെന്ന് അറിയില്ല, ഈ വരുന്ന വഴിക്ക് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് ചെന്നൈയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും നസീർ ഒരുപാട് പടങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. പാട്ടുകൾ എത്ര പാട്ടുകളാണ് ഞങ്ങൾ പാടിയിരിക്കും. 500 പാട്ടുകളെങ്കിലും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴുത്തിലും മുഖത്തിലും ഒക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ പാടുന്നത്. പക്ഷെ ഇതുവരെയ്ക്ക് അങ്ങേര് പാടി ഞാൻ കേട്ടിട്ടില്ല. ചുണ്ട് മാത്രം അനങ്ങും. പിന്നെ ഇവിടെ ഒരു മുളകോലും ഉണ്ടല്ലോ, അതെല്ലാം അനങ്ങും. പക്ഷെ അങ്ങേര് പാടി ഇതുവരെയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ പി സുശീല പാടുമ്പോൾ ഞങ്ങൾ കൂടെ ശബ്ദം, ഞങ്ങളുടെ ശബ്ദം നല്ലതാണോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ കൂടെ ചേർന്ന് പാടും. അങ്ങനെ നസീർ സാറെ പറ്റി പറയണമെങ്കിൽ ഇന്ന് ഒരു രാത്രി മാത്രം പോരാ. ഇനി ഒരുപാട് 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 ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം. ഇവിടെയാണ് നടന്നത്. ഇവിടെ കഞ്ഞിച്ചെന്നമേൽ ഷൂട്ടിങ് നടന്നു എന്ന് പറയുന്നവര് എന്തോ ഇവിടെ എവിടെയോ, ഞാനൊരിക്കൽ ഈ വഴി പോകുമ്പോഴേ കഞ്ഞിച്ചെന്നമേൽ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നസീർ സാറ് ഇല്ലാത്ത സമയമായിരുന്നു, അങ്ങയുടെ കാലത്തിന് ശേഷം. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി, സങ്കടമായിപ്പോയി. കാരണം അവിടെ മുഴുവനും കെട്ടിടങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങൾ. അന്ന് എന്ത് ഭംഗിയായിരുന്നു ആ സ്ഥലം. നല്ല വയലും ഒരു പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുക്കുന്നതും എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇപ്പോഴാണ് ഇവിടെ വെച്ചാണ് പറയുന്നത്, ആദ്യമായിട്ടാണ് പറയുന്നത്. നസീർ സാർ മരിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ സ്വീഡനിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. ഒരു വിധത്തിൽ നോക്കിയപ്പോൾ ഞാൻ വന്നാലും പ്രയോജനമില്ല. കാരണം അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാണും. വന്നെങ്കിലും അങ്ങേരും മരിച്ച മുഖം എനിക്ക് കാണണ്ട. അങ്ങേര് ഇതോടെ പാടിയ, നടന്ന, സംസാരിച്ച എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക്. അങ്ങേത്തെ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കാത്തതിലൊരു ഭാഗ്യമുണ്ട്. എനിക്ക് ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു.
ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, എൻ്റെ മകനാണ് എൻ്റെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡെന്ന്. അതിനേക്കാൾ വലിയൊരു അവാർഡാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.